ലോക ഫുട്ബോളിന്റെ പരമോന്നത സംഘടനയായ ഫിഫ ബ്രസീൽ ഫുട്ബോൾ ടീമിനെ വിലക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു. കഴിഞ്ഞ ദിവസം ബ്രസീലിന് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ മുന്നറിയിപ്പ് ഫിഫ നൽകിയെന്ന് അസോസിയേറ്റ് പ്രസ് വെളിപ്പെടുത്തിയിരുന്നു. ഫിഫ നിയമങ്ങളെ മറികടന്ന് രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങൾ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനാണ് കാരണം. സംഘടനാ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകളെ തുടർന്ന് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റായ എൽഡറാഡോ റോഡ്രിഗ്സിനെ കോടതി പുറത്താക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഫിഫയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഫിഫയുടെ കീഴിലുള്ള സംഘടനകളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സർക്കാർ നിയമങ്ങൾ ഇടപെടുന്നത് നിയമ ഫുട്ബോൾ ഫെഡറേഷന്റെ കർശനമായി നടപ്പിലാക്കാറുണ്ട്. ഈ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ രാജ്യത്തെ ക്ലബ്ബുകളുടെയും ബ്രസീലിന്റെ എല്ലാ പുരുഷ വനിതാ ടീമുകളുടെയും അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ നിന്നും വിലക്കാൻ ഫിഫ മടിക്കില്ല. ഈ വിലക്ക് വരുമ്പോൾ ബ്രസീലിയൻ ലീഗ് പോലുള്ള ആഭ്യന്തര മത്സരങ്ങൾ നടത്താൻ പ്രശ്നമില്ല. എന്നാൽ കോപ്പ അമേരിക്ക, ഒളിമ്പിക്സ് തുടങ്ങിയവയിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. സമാനമായ സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫ വിലക്കിയിരുന്നു. ഇതുപോലെ സുപ്രീം കോടതി ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്നാണ് വിലക്ക് വന്നത്. അതുകാരണം ഇന്ത്യ പല മത്സരങ്ങളും കളിച്ചിരുന്നില്ല. കേരളത്തിലെ ക്ലബ്ബായ ഗോകുലം കേരളയുടെ വനിതാ ടീമിന് ഏഷ്യയിലെ ടൂർണമെന്റുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് വലിയ വാർത്തയാവുകയും ചെയ്തതാണ്. ഫിഫ മുന്നറിയിപ്പ് നൽകിയ കാര്യത്തിൽ മറ്റൊന്നും വന്നില്ലെങ്കിൽ ബ്രസീൽ ടീമിന് വിലക്ക് വരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അങ്ങനെ സംഭവിച്ചാൽ വരാനിരിക്കുന്ന കോപ്പ അമേരിക്ക, ഒളിമ്പിക്സ് അടക്കമുള്ള ടൂർണമെന്റുകളിൽ ബ്രസീലിയൻ ടീം പങ്കെടുക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഉചിതമായ ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഓരോ ബ്രസീൽ ആരാധകനും പ്രതീക്ഷിക്കുന്നത്.